പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചും ഈ തട്ടിപ്പിന് ആധാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം പെരിന്തൽമണ്ണ MLA തന്നെ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുകയും അതിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. MLA തന്നെ രൂപീകരിച്ചിട്ടുള്ള MLAയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വളരെ വ്യക്തമായി ഈ പരിപാടിയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കുകയും ആ പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഓഫീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് MLA ഓഫീസിൽ പണം കൊണ്ടേ കൊടുക്കാൻ ആവശ്യപ്പെട്ട് MLA ഓഫീസിൽ നിന്ന് തന്നെ റെസീറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മടിയുമില്ലാതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ആളുകളുടെ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് MLA നടത്തിയിട്ടുള്ളത്. ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട MLA ആളുകളുടെ പരിമിതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി ആ പരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. രാഷ്ട്രീയമായും ധാർമ്മികമായിട്ടും MLA ആയി തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ഇവിടെ ലാപ്ടോപ്പിന് വേണ്ടി, സ്കൂട്ടിക്ക് വേണ്ടി, തയ്യൽ മെഷീന് വേണ്ടി ഒക്കെ ആളുകൾ അവിടെ പണം അടച്ചിട്ടുണ്ട്. അടയ്ക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 40 ദിവസം കൊണ്ട് ഡെലിവറി കൊടുക്കും എന്നായിരുന്നു. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇതിൻ്റെ ആവാൻ വേണ്ടി പോയിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരാതെ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവും ഉണ്ടാക്കണം.